ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമവും ലഭ്യതക്കുറവും തുടർന്നാൽ വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. സർക്കാർ സംവിധാനങ്ങളിലൂടെ ആവശ്യമായ ഗ്യാസ് സിലിണ്ടറുകൾ നിലവിൽ ലഭ്യമാക്കുന്നില്ല എന്നാണ് ഹോട്ടൽ ഉടമകളുടെ പരാതി. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗ്യാസിൻ്റെ ലഭ്യതയില്ലായ്മയും അതോടൊപ്പം തന്നെ മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധനവും കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയാത്ത ഒരു അനിശ്ചിതത്വത്തിലാണ് ഹോട്ടൽ വ്യാപാരികളുള്ളത്. സർക്കാർ വിതരണത്തിലൂടെ ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇരട്ടി വില കൊടുത്താണ് പല ഹോട്ടലുകളിലും സിലിണ്ടറുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ വിതരണക്കാരും 2-3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സിലിണ്ടറുകൾ എത്തിക്കാൻ കഴിയൂ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ഈ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കത് ഈ വ്യവസായമായിട്ട് മുന്നോട്ട് പോലും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്യാസ് കിട്ടാനില്ല. അതുമാത്രമല്ല വിറകിന്റെ ലഭ്യതയും കുറഞ്ഞിരിക്കുന്നു. വിറകിന് ഇപ്പോൾ ഇന്ന് 5000 രൂപയാണ് ഒരു ടണ്ണ് വിറകിന്. 3000 രൂപയ്ക്ക് കിട്ടുന്ന കാരണം വിറകിന് ഇന്ന് 5000 രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസായമായിട്ട് നമുക്ക് മുന്നോട്ട് പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ ഹോട്ടൽ മേഖലയിലെ പ്രവർത്തനം വലിയ പ്രതിസന്ധിയിലാണെന്നും അവർ പറയുന്നു. ഇതിനൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയർന്നതോടെ ഹോട്ടൽ വ്യവസായം ഗുരുതരമായ സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്. ഗ്യാസ് വിതരണം അടിയന്തരമായി സാധാരണ നിലയിലാക്കാൻ സർക്കാർ ഇടപെടണം. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ സ്വാഭാവികമായി അടച്ചിടേണ്ടി വരുമെന്നും വളാഞ്ചേരിയിൽ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഗ്യാസിന്റെ ലഭ്യത പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇന്ന് വരുന്ന ഗ്യാസിന്റെ വില അല്ല നാളെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.